പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 6-ാം തീയതി വ്യാഴാഴ്ച, നോമ്പുകാലത്തിലെ 5-ാം ദിവസം. കർത്താവെ, പുതിയ പ്രഭാതം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം ഒരു പരിത്യാഗ അരൂപിയോടുകൂടെ, ആത്മീയ ഉണർവോടുകൂടെ ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, പറയുന്ന വാക്കുകളിലും, പോകുന്ന സ്ഥലങ്ങളിലും, കണ്ടുമുട്ടുന്ന വ്യക്തികളിലും, എല്ലാ മേഖലകളിലും ഈശോയുടെ സജീവ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. ദൈവപരിപാലനയുടെ മാഹാത്മ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുന്ന വചനഭാഗം. തൻ്റെ സൃഷ്ടികൾ ഓരോന്നും കർത്താവിൻ്റെ കണ്ണിൽ ഏറ്റവും മനോഹരമാണ്. അപ്രകാരമാണ് അവിടുന്ന് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ അത്ഭുതകരമായ പരിപാലനയിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നാളെയെക്കുറിച്ചുള്ള ആകുലത നമുക്ക് വർദ്ധിക്കുന്നത്. നമ്മെ അവിടുന്ന് ഭരമേൽപ്പിച്ചിട്ടുള്ള ഓരോ കൊച്ചു കാര്യവും ഏറ്റവും മനോഹരമാക്കി പൂർത്തീകരിക്കാൻ നാം പരിശ്രമിക്കണം. അന്തിമ തീരുമാനം, അന്തിമ വിജയം അത് കർത്താവിൻ്റെ തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ദൈവഹിതം പൂർത്തിയാക്കാൻ നാം പരിശ്രമിക്കും തോറും അവിടുന്ന് കൂടുതൽ നമ്മെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. കർത്താവെ, ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപകളെക്കുറിച്ചോർത്ത് സ്തോത്രഗീതം പാടിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോയുടെ വലിയ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.